ஹாய் பேபி. ഹായ് കോച്ച്. வாங்க அடிக்கு சாப்பாடு சாப்பிட்டுட்டு இருக்கீங்க. കുറെ നാളായി കോച്ച് ഡിസ്കോ ട്രോൾസ് ഒക്കെ നോക്കിയിട്ട്. ഞാൻ ഈ ഫോണൊന്ന് സ്റ്റാൻഡിൽ വെച്ചോട്ടെ. ബാലിന്റെ വീഡിയോ കാണാം കേസ്. ഇങ്ങനെ സ്പാം ചെയ്യല്ലേ കേസ്. ബാലിന്റെ വീഡിയോ കാണാം, ഞാൻ കാണാം. ഇങ്ങനെ സ്പാം ചെയ്യല്ലേ, നോക്കി തീർത്തിട്ട് കുറെ ഉണ്ടല്ലോ കേസ്, നമുക്ക് തീർക്കാം. ബാലിന്റെ വീഡിയോ കാണാന്ന് ഞാൻ പറഞ്ഞു കേസ്. പിന്നെ മടുപ്പിക്കാതെ പ്ലീസ്. ഞാൻ നോക്കിക്കോളാം പ്ലീസ്. വാവ എപ്പോ വരും ലവ് ഫ്രം ഓസ്ട്രേലിയ? വാവയെ നമ്മൾ എന്തായാലും ബ്രോ 3 മാസം കഴിഞ്ഞിട്ടല്ല കൊണ്ടുവരുള്ളൂ. അങ്ങനെയല്ലേ അത്? 3 മാസം ആണ് ടൈം എന്നാ പറഞ്ഞത്. 3 മാസം കഴിയുമ്പോഴത്തേക്കിന് ഇതാവും. ബോബ് എന്ത് ചെയ്താവും? പുറകെ ഇരിപ്പുണ്ട്, ട്രിപ്പുണ്ട് കൈസ്. അവൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹായ് അണ്ണ, എന്റെ ഫസ്റ്റ് സൂപ്പർ ചാറ്റ് ആണ്. മങ്കിടി ഡാക്കോ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. അപ്പൊ നമുക്ക് ഡിസ്കോ ട്രോൾസ് പെൻഡിങ് ഉള്ളതൊക്കെ അങ്ങ് നോക്കി തീർക്കാം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. രജു ഖുറേഷി അബ്രം ഗാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. ലൈക്ക് ദി ഇലുമിനാറ്റി. മിസ്റ്റർ ഗോവർദ്ധൻ, എനിക്കറിയേണ്ടത് ഇലുമിനാറ്റിയെ കുറിച്ചോ മൊഗംബോയെ കുറിച്ചൊന്നുമല്ല, സ്റ്റീഫൻ. എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നുവെന്ന്. ഒരേ ഒരു രാജാവ്. ഈ ഒരു സാധനം ഉണ്ടോ, ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, എമ്പുരാൻ കാണാൻ പോയപ്പം ആൾക്കാർ എന്തൊക്കെ റിവ്യൂ പറഞ്ഞാലും ഒരു ലാലേട്ടൻ ഫാൻ, എനിക്ക് ഈ ഒരൊറ്റ സീൻ മതിയായിരുന്നു തിയേറ്ററിൽ. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ലൈക്ക് പൃഥ്വിരാജ് പടം ഇറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞായിരുന്നു മോഹൻലാൽ മുണ്ടെടുത്ത് വരുന്നു, മടക്കി വരുന്നു, അടി ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു ഫിലിം അല്ല ഇതെന്ന് ഓൾറെഡി പുള്ളി പറഞ്ഞായിരുന്നു. പക്ഷെ ഒരു മോഹൻലാൽ ഫാൻ എനിക്ക് ഈ ഒരു ഒറ്റ സീൻ തന്നെ ധാരാളമായിരുന്നു ആ ഒരു സമയത്ത്, തിയേറ്ററിൽ ഇരുന്ന സമയത്ത്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. രോമാഞ്ചമായിരുന്നു എനിക്ക് ഈ സീൻ തിയേറ്ററിൽ. അത് പറയാതിരിക്കാൻ വയ്യ. ആർട്ടിസ്റ്റ് കിടിലോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലം ഒന്നും പറയാല്ല. ഹായ് ഗൈസ്, ഇന്ന് 10,000 ഡൈസ് കൊണ്ട് നമ്മൾ സ്പെഷ്യൽ വർക്കാണ് ചെയ്യുന്നത്. ഞാൻ കണ്ടായിരുന്നു. ഈഗിൾ ഗെയിമിൽ നമ്മുടെ സ്വന്തം വാസു അണ്ണനും ചേച്ചിക്കും വേണ്ടി നമുക്ക് വർക്കിലേക്ക് 10,000 ഡൈസോ. ഇതെങ്ങനെ അസൈൻ ചെയ്യണടാ അവൻ? എന്റെ അമ്മോ, എന്നാൽ ഇതെങ്ങനെ അസൈൻ ചെയ്യണ കോച്ച്? അതാണ് എന്റെ ഒരു ചോദ്യം. ഇതാണ്, ഇതെങ്ങനെ അസൈൻ ചെയ്യണം? ഇത്രയും ഡൈസ് ഇത് കമ്പൈൻ ചെയ്ത് ഇത് എന്തെങ്കിലും റെഫറൻസ് വല്ലോ, ആദ്യം എന്തെങ്കിലും റെഫറൻസ് വല്ലോ എടുക്കും? എങ്ങനെ ഇത്ര എടുക്കണേ? എന്റെ അമ്മ കിടിലം ബ്രോ. നൈസ് ഡൈസ് മാനിയാക് ബ്രോ, ബിഗ് ഷൗട്ട് ഔട്ട്, താങ്ക് യു ചേട്ടാ. ഇതൊരു ചെറിയ ട്രിപ്പിന്റെ ക്ലിപ്സ് ആണ്, ജസ്റ്റ് ഫോർ യുവർ കൂൾ മൈൻഡ്. എവിടെയും ഇതുപോലെ പോണോടാ. എത്ര നാളായി ഈഗിൾ പോയി? ഇവിടെ കൊറേ ആയി കോച്ച്. കൊറേ കാര്യങ്ങൾക്ക് പുറകിലായിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. കൊള്ളാം. അത് പറഞ്ഞപ്പോഴാ ഗൈസ്, ഈ ഇടയ്ക്ക് ഉണ്ടല്ലോ നമ്മുടെ ബാൻഡിലെ ചേട്ടന്മാർ ചോദിച്ചായിരുന്നു നമുക്ക് ക്യാമ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്താലോ. ഒത്തിരി പേരൊന്നും പറ്റത്തില്ല, നമുക്ക് ആദ്യമേ ഒരു 50 പേരെ വെച്ച് നമുക്കൊരു ക്യാമ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് നടത്തിയാലോ, ക്യാമ്പയിൻ. ലൈക്ക് എന്തായാലും അങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ലൈക്ക് എന്തെങ്കിലും നമ്മൾ ഓർഗനൈസേഴ്സിനെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു പെയ്ഡായിട്ടേ ചെയ്യുള്ളൂ. ഒരു വലിയ എമൗണ്ട് ഒന്നും ഇല്ലാതെ ഒരു 1,500 ഒക്കെ വെച്ച് നമുക്കൊരു 50 പേർക്ക് എവിടെയെങ്കിലും പോയി ചെയ്താലോ. നമ്മുടെ ജി ലൈവിന്റെ ചെറിയൊരു പരിപാടിയൊക്കെ വെച്ച് ജാമിങ് സെക്ഷനൊക്കെ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകുമായിരുന്നു. ഡോക്കി ഈ പരിപാടി ചെയ്യുന്നുണ്ട്, ഡോക്കിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ക്യാമ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി നമുക്ക് ചെയ്യാമായിരുന്നു. രജിസ്ട്രേഷൻ അങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ ഇട്ട് 50 പേരെ സോർട്ട് ചെയ്തിട്ട് ആദ്യം അങ്ങനത്തെ ഒരു പരിപാടി സെറ്റ് ചെയ്യാം. ഒരു ദിവസം നമുക്ക് പോവാം, ഞാനത് പറയാം. സെറ്റ് അതെ എവിടെയെങ്കിലും പോണം. കുറെ നാളായി ഇങ്ങനെയൊക്കെ ഒന്ന് പോയിട്ട്. ടൊയോട്ട കൊള്ളാടാ. ഇത് മറ്റേ തിരുവനക്കോവിലല്ലേ? അല്ലേ, ഇത് വേറെ എവിടെ വന്നു?
അതേ മാതിരി ഈഗിൾ if you want to go before papa coming home go. I'll tell you one advice. അതെ അത് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. Lenovo actually did it. കഷ്ടം ഡാ കഷ്ടം അപ്പുറം. റോളബിൾ ലാപ്ടോപ്പ്. Lenovo actually did it. It took its concept of a rollable laptop What? and it's making it into a real product you're going to be able to buy in the first quarter of Idunda? 2025. Now it's going to cost about $3,500, so it ain't cheap, but this is a $3,500. $3,500 എന്ന് പറയുമ്പോ എത്രയായി? 3,500 × 85 3 ലക്ഷം രൂപ ഈ ലാപ്ടോപ്പിന്. 3 ലക്ഷം. rollable OLED that when you hit a button extends to this about 16.7 inches Oh. and hit that same button and it will roll down under the keyboard deck and എന്റെ അമ്മ become അത് about a എങ്ങോട്ടാ 14 കേറി inch പോണേ laptop നോക്ക്. screen. അതിന്റെ Fold it അടിയിലോട്ടാ up കേറി like പോണ. any other ഡിസ്പ്ലേയുടെ laptop, throw it ക്വാളിറ്റി in your കണ്ടാ? bag, and it just actually works. Now, Lenovo says that it's rated for 30,000 folds, open and close, and 20,000 rolls, unroll and roll. But that's just what they're guaranteeing. It may go beyond that, and that's kind of കൊള്ളാലേ. wild, considering this was just a concept എന്നിട്ട് out ചീപ്പ് എന്ന്. there, prototype. എടാ 3000 നമുക്കാണ് അത് വലിയ എമൗണ്ട്. അവരുടെ അടുത്ത് നോക്കുമ്പോ അവരുടെ അവിടെ 3,700 രൂപയുള്ളൂ. മനസ്സിലായി? അവരുടെ കറൻസിയിൽ നോക്കുമ്പോൾ 3,700 ഉള്ളൂ. അത് അവർക്ക് ചീപ്പാ. നമ്മൾ ഈ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് ഇത്രയും കൂടുതലായിട്ട് തോന്നുന്നത്. മനസ്സിലായ? നമ്മൾ ഈ കൺവേർട്ട് ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൺവേർട്ട് ചെയ്താലേ ഇതാവും. അതാണ് പ്രശ്നം. കൊള്ളാം. പക്ഷെ വേറൊരു കാര്യം ഉണ്ടാ, ഇതിന്റെയൊക്കെ വാറന്റി തീർന്നു കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ മാറ്റാനൊക്കെ ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും. അതായത് ഒരു വാറന്റി പീരീഡ് വരെ ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല. വാറന്റി തീർന്ന നോട്ട് ചീപ്പ് എന്നാണെന്ന് പറഞ്ഞത്. നോട്ട് ചീപ്പ് എന്നാണോ പറഞ്ഞത്? ഓക്കെ, കേട്ടില്ല. ചീപ്പ് അല്ലെന്നാ പറഞ്ഞത്. ഓക്കെ. അല്ല, നമ്മള് അല്ലാതെ നോക്കും. ഇപ്പൊ ദുബായിലൊക്കെ പോകുന്നവർക്ക് അറിയാം. നമ്മൾ അവിടെ ചെല്ലുമ്പോ ഒരു ബിരിയാണിക്ക് നോക്കുമ്പോ എത്രയായി? 25 ദിറംസ്. മന്തിക്കൊക്കെ എനിക്ക് തോന്നുന്നു 30 ദിറംസ് ഒക്കെയാ. 30 ദിറംസ് 40 ദിറംസ് ഒക്കെയാ. അപ്പൊ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോ 800 രൂപ 900 രൂപയാണ്. മനസ്സിലായ? അതുപോലെയുള്ള എവിടെയാണെങ്കിലും ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സീനാണ്. അവരുടെ ജോബിന്റെ സാലറി അത്ര ഉണ്ടെന്ന്. അതാണ് ശരി. അതാണ് പറഞ്ഞത്. ആയികൾ ബ്രോ, ഞാൻ വരച്ചാണ് റിബൽ ബ്രോ. ഞാൻ ഇത് കണ്ടായിരുന്നു. ഹേമന്ത് ബ്രോ ഇടല സാധനം. ഹേമന്ത് ബ്രോയുടെ ഡ്രോയിങ്സ് എല്ലാം ഓൾവേസ് ഗോൾഡൻ ആണ്. പറയല്ലേ, ഹേമന്ത് ബ്രോയുടെ പേര് കാണുമ്പോഴേ എനിക്ക് അറിയാം അതിനപ്പുറത്തോട്ട് വേറെ ഫൈനൽ ഔട്ട് ഈ ഒരു ലുക്ക് ആയിരിക്കും എനിക്ക് അറിയാം. അയ്യോ, പനിയായി. സിനിമയിൽ അഭിനയിക്കാൻ നടന്മാരെക്കാൾ തിരക്കാണിപ്പോ ലാൻഡ് റോവർ ഡിഫൻഡറിന്. സത്യമല്ലേ? ഇപ്പൊ ഏത് പടം എടുത്താലും ഡിഫൻഡറാ. ഈ അടുത്ത് വന്ന സിനിമകളിലൂടെ നമ്മൾ അത് കണ്ടതുമാണ്. അങ്ങനെയിരിക്കെ ഡിഫൻഡറിന്റെ ഏറ്റവും പുതിയ ഹൈ പെർഫോമൻസ് മോഡലായ ഡിഫൻഡർ ഒക്ട ഇന്ത്യയിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ്. ഡയമണ്ടിന്റെ ഒക്ടാഹീഡ്രോൺ ഷേപ്പിനെ ആസ്പദമാക്കി അതിന്റെ ടഫ്നെസ്സും ലക്ഷറിയെയും സൂചിപ്പിച്ചുകൊണ്ടാണ് ഒക്ട എന്ന പേര് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ഓഫ് റോഡ് SUV BMW പോകുന്ന വേഗതയിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. അതാണ് ഒക്ട 4.4 ലിറ്റർ ട്വിൻ ടർബോ V8 എഞ്ചിൻ സോഴ്സ്ഡ് ഫ്രം BMW. V8 എഞ്ചിനോ? സോഴ്സ്ഡ് ഫ്രം BMW? എന്ത് സാധനമല്ലേ? 4 ലിറ്റർ ട്വിൻ ടർബോ V8 എഞ്ചിൻ സോഴ്സ്ഡ് ഫ്രം BMW. ദാറ്റ് മേക്സ് 625 ഹോഴ്സ് പവറും 750 Nm ടോർക്കും. 625 bhp. 0 to 100 വെറും 4 സെക്കൻഡ് മാത്രം മതി. ഫ്രണ്ടിലെ ഗ്രില്ല് കുറച്ച് വലുതാക്കി എന്നല്ലാതെ കാര്യമായി ലുക്കിൽ ഇല്ല. പക്ഷെ പഴയ ഡിഫൻഡർ എനിക്ക് കാണാൻ കുറച്ചുകൂടെ ഉണ്ട്. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. ഇതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. എനിക്ക് കുറച്ചുകൂടി കാണാൻ ഇഷ്ടപ്പെട്ടത് പഴയതാണ് ഷേപ്പ്. കാര്യമായി ലുക്കിൽ മാറ്റങ്ങൾ. പക്ഷെ ഈ ഡിഫൻഡറിന്റെ ഹെഡ്ലൈറ്റ് കണ്ട പ്രോപ്പർ ബൈ സ്റ്റോക്ക്. സാധാരണ നമ്മൾ ഓരോ വണ്ടി എടുക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഓൾട്ടർ ചെയ്യുമ്പോഴാണ് ഈ ഒരു കണ്ണിന്റെ ഒരു അപ്പിയറൻസ് വരുന്നത്. പക്ഷെ ഇത് കണ്ട ബൈ ഡിഫോൾട്ട് അതിന്റെ ഹെഡ്ലൈറ്റ് തന്നെ ഒരു കണ്ണ് പോലെയാണ്. 2 കണ്ണ് ഇങ്ങനെ ഇരിക്കണ പോലെയാണ് ഇരിക്കണത്. ഓ വന്ന ഒരു ഡിഫൻഡർ അങ്ങ് എടുക്കണോ? എടാ 1.8 കോടിയോ 2 കോടി എന്തോ ആണ് ഓൺ റോഡ് റേറ്റ് ഇവിടെ ഇന്ത്യയില്, കേരളത്തില്. ഒന്നുമില്ല. സ്റ്റിയറിംഗിലായി ഇന്ത്യയിലൊക്കെ നോക്കടാ, സ്ക്രീനൊക്കെ നോക്ക്. ഒക്ട മോഡ് ഓൺ ചെയ്യാനായുള്ള ബട്ടൺ ഉണ്ട്. ഇത് ഞെക്കുന്നതോടെ വണ്ടിയുടെ ഫുൾ ഓഫ് റോഡ് പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനും ഏതൊരു ഓഫ് റോഡിലും അനായാസം കടന്നു വരാനുള്ള പെർഫോമൻസും ലഭിക്കും. 4 കോടിയോ? ഇതിനെത്ര? 4 കോടി ഉണ്ടോ? ഇതിന് 4 കോടി ഉണ്ടോ? ഡിഫൻഡറിന്റെ 3 തന്നെ. ഡിഫൻഡർ ഒക്ട 3 3
പ്രൈസ് ഇൻ ഇന്ത്യ 2.59 കോടി എക്സ് ഷോറൂം. എത്ര വരും? ആവറേജ് പ്രൈസ് അത്. ഓൺ റോഡ് എത്ര? എക്സ് ഷോറൂം പ്രൈസ് കോച്ച്, എക്സ് ഷോറൂം. ഇത് ഓൺ റോഡ് ഇത്ര ആയിരിക്കത്തില്ല. അപ്പൊ 3.5 അല്ലേ? ഒരു 3.5 കോടി 4 കോടി രൂപ അടുപ്പിച്ചുണ്ടാവും. 3.5 കോടി ഉണ്ടാവും. ഇന്ത്യയിലെ ടാക്സും എല്ലാം അവിടെ നോക്കുമ്പോ എങ്ങനെ പോയാലും ഒരു 3 കോടി 3.5 കോടി രൂപ ഉണ്ടാവും. ഉയ്യോ, 3.5 കോടി രൂപ പ്ലസ് ടാക്സ്. സത്യം വെറുതെ ഇരിക്കുമ്പോണ്ടല്ലോടാ എന്റെ പരിപാടി എന്താണെന്നറിയോ? ഈ വെബ്സൈറ്റിൽ കേറാ, ചുമ്മാ കാറും അല്ല ഇതില് കേറുക, 911 എടുക്കുക, ബിൽഡ് യുവർ പോർഷെ കൊടുക്കുക. ഇത് ബിൽഡ് യുവർ പോർഷെ കൊടുക്കുക, സെലക്ട് ചെയ്യുക. $1490. അത് എനിക്ക് കുഴപ്പമില്ല. ഒരു 1490 ഇത്രയും വിലയൊക്കെ എനിക്ക് കാർ മേടിക്കാമെങ്കിൽ $1490 എനിക്ക് കളർ മാറ്റാനാണോ പാട്? അപ്പൊ ഞാൻ റെഡ് കളർ ആക്കും. റെഡ് കളർ. വീൽസ് എനിക്ക് കുറച്ചുകൂടി ഇത് ഭയങ്കര ചീപ്പാ. $2600 ഉള്ളൂ. നമ്മള് വില കൂടിയതല്ലേ. എന്റെ രാത്രിയിലത്തെ പരിപാടി ഇതൊക്കെയാ. രാത്രിയിലത്തെ പരിപാടി എനിക്ക് ഈ വീല കുറച്ച് ഇഷ്ടപ്പെട്ട ഈ വീല്. വീല് അസൈൻ ചെയ്യാ. ഇനി എന്താ വേണ്ടേ? ഇന്റീരിയർ 3030 ഉള്ളു. സോ ചീപ്പ്. ഏകദേശം ഒരു 2 ലക്ഷം രൂപ ഇന്റീരിയർ മതി. ലെതറും സ്റ്റാൻഡേർഡ് ഇന്റീരിയർ. ലെതറും എനിക്ക് ഇത് തന്നെ മതി. ലെതർ അത് സെലക്ട് ചെയ്യണം. സ്പോർട്സ് സീറ്റ്, അഡാപ്റ്റീവ് സ്പോർട്സ് സീറ്റ്. അയ്യോ, എന്തായാലും ഇല്ല, ഫുൾ ബക്കറ്റ് സീറ്റ് വെക്കണം. ഇത് ലുക്ക് അതാണ് എന്തായാലും. ഇത് റേസിംഗ് സീറ്റ്. ഇത് റേസിംഗ് സീറ്റ്. ഓ എന്റെ അമ്മോ, ഗെയിമിംഗ് ചെയർ എക്സ്റ്റീരിയർ പാക്കേജ്. ഇല്ല, തൽക്കാലം ഈ ഒരു ഓപ്പൺ ഇൻ 360 വ്യൂ. എത്ര ഡേയ്സിൽ കിട്ടും? ഇപ്പൊ ഓർഡർ ചെയ്ത ഒരാഴ്ചക്കുള്ളിൽ കിട്ടൂടാ. പക്ഷേ നമ്മളെ ഓർഡർ ചെയ്തതിന് 1 ഡേയിൽ കിട്ടണല്ലേ? അത് കുറച്ച് ഇതുണ്ടോ, ഇതിങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. കണ്ടോ, ഇരുന്ന് നമ്മള് ചുമ്മാ ഫുൾ വ്യൂ. സ്റ്റീരിയോ ചേഞ്ച് ചെയ്യണ്ടേ? കണ്ട വണ്ടി ഇങ്ങനെ ഫുൾ വ്യൂ കാണാം. വാവ്, സൂപ്പർ. ഓർഡർ ചെയ്യട്ടെ ഓർഡർ പക്ഷെ 1 ഡേയിൽ കിട്ടണം. നമ്മൾ ഓർഡർ ചെയ്ത 1 ഡേയിൽ കിട്ടണം. എല്ലാം കൂടി ടോട്ടൽ എല്ലാം കൂടി എത്ര വരുന്നത് നോക്കട്ടെ. പ്രൈസ് ഓഫ് ദ എക്യുപ്മെന്റ് എല്ലാം കൂടെ നോക്കട്ടെ. 13,870 പ്ലസ് 16,860 പ്ലസ് 2,250 യൂണിറ്റ് 10 100,000 10,000 lakh 10 lakh. ക്ലോസ് ചെയ്യാം. എത്രയായി ഇതിനിപ്പം? ഇവിടുത്തെ ഇത് അവരുടെ റേറ്റാ. ഈ റേറ്റിൽ എന്തായാലും ഇവിടെ കിട്ടത്തില്ല. എക്സ്-ഷോറൂം പ്രൈസ് തന്നെ 1.25 കോടി. ഇവിടെ ഇറങ്ങുമ്പോ ഹൈവേയില് പോവായിരുന്നല്ലോ. പിന്നെ നമുക്കിത് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, സാധാരണ ഇത് ഉറക്കം വരാറായിട്ടിരിക്കുമ്പോഴാണ് ഇത് ചെയ്യണത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിങ്ങനെ അടയ്ക്കും. ഇതിങ്ങനെ അടച്ചിട്ട് നേരെ പോയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും റീൽ ഉണ്ടല്ലോ, അതിരുന്ന് കാണും. അപ്പൊ അതിരുന്ന് കണ്ടിട്ട് അത് വെച്ച് നോക്കുമ്പോ ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞ് നോക്കും. അന്നേരം ബിസിനസ് തുടങ്ങാൻ വരുമ്പോ ബിസിനസ് തുടങ്ങാൻ ഇതിലും കൂടുതൽ പൈസ വേണമെന്ന് അറിയുമ്പോ ഇങ്ങനെ ക്ലോസ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ എടുത്ത് ക്ലോസ് ചെയ്തിട്ട് നേരെ കണ്ണു അടച്ച് കിടപ്പ്. മനസ്സിലായോ? കാര്യമില്ല, അതൊന്നും നോക്കിയിട്ടേ കാര്യമില്ല. നമുക്ക് റിയാലിറ്റി എല്ലാവരുടെയും കൊണയും തീർത്തു കൊടുത്തിട്ടുണ്ട് ദ ബ്രാൻഡ്. ഒരുപക്ഷെ ഒരു 10-15 ദിവസം വരെ ഒട്ടും പ്രൊമോഷൻ ഇല്ലാതെ, ഗ്രൗണ്ട് ലെവലിൽ ഒട്ടും ഹൈപ്പ് ഇല്ലാതെ, സാധാരണ പ്രേക്ഷകരുടെ ഇടയിൽ ഒട്ടും ഇറങ്ങിച്ചെല്ലാത്തൊരു സിനിമയാണ് എമ്പുരാൻ. പക്ഷെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ അതൊന്നും എവിടെയും പറഞ്ഞു കേട്ടില്ല. കേരളത്തിലെ കൊച്ചു ടൗണുകൾ മുതൽ വലിയ സിറ്റികളിൽ വരെയുള്ള മാളുകളിൽ വരെയുള്ള 700-800 രൂപയ്ക്ക് വരെ ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റഴിയും. പക്ഷെ മോഹൻലാലിനേക്കാളും ഒരു സൂപ്പർ സ്റ്റാർഡം അച്ചീവ് ചെയ്തിട്ടുള്ള ബോളിവുഡിന്റെ ഒരു എൻ്റയർ ഹിസ്റ്ററിയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ്. അദ്ദേഹത്തിന്റെ കണ്ടംപററീസ് ആയാലും അദ്ദേഹത്തിന്റെ മുമ്പ് ഉണ്ടായിരുന്ന ആളുകളായാലും ഒക്കെ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയാലും ഇത്രത്തോളം വലിയൊരു സൂപ്പർ സ്റ്റാർ മറ്റാർക്കേലും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നി. ഒരുപക്ഷെ ഒരു എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഒരുപാട് ഹൈ പോയിന്റും ലോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം കടന്നുപോയി. പക്ഷെ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയിലുള്ള വരവേൽപ്പ് കിട്ടാതിരുന്നിട്ടില്ല. ഒരുപക്ഷെ ആ ഒരു സ്റ്റാർഡം തന്നെയാണ് ഈ ഒരു, അല്ലെങ്കിൽ ഇത്രയും നാളും സെറ്റ് ചെയ്ത് വെച്ച വർക്കുകളുടെ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫ് സ്ക്രീനിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ ആ ഒരു ഇമേജ്, ഇതൊക്കെ തന്നെയാണ്
അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഒരു ടോപ്പിൽ എത്തി നിൽക്കുന്നത്. സത്യം അല്ലേ? സത്യം പറഞ്ഞ ഗവൺമെന്റ് ഒരു ഫ്രീ പ്രൊമോഷൻ കൊടുത്തു എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം പടം നന്നായിട്ട് മര്യാദയ്ക്ക് ഒരു ആവറേജ് രീതിയിൽ നല്ലതായിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാരും വന്നിട്ട് പറഞ്ഞ് അതിൽ എന്തൊക്കെയോ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണെന്ന്. എൻ്റെയർലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആൾക്കാരുടെ പേര് എല്ലാം കൂടി ഒരു 2 മിനിറ്റാണ് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇത് കട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പം കളക്ഷൻ ഒന്ന് കുറഞ്ഞു വന്നപ്പോഴത്തേക്കിന് നേരെ ഇത് കട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കാണാന്ന് പറഞ്ഞ് ഒരു 10-20,000 പേര് എല്ലാം കൂടെ കൂടി വീണ്ടും ഇടിച്ചു കയറി ഡബിൾ പൈസ കൊടുത്ത് പടം കാണാൻ തുടങ്ങി. നഷ്ടം ആർക്കായിരുന്നു? ആർക്കും ഒരു നഷ്ടം ഉണ്ടായില്ല, ലാഭം മാത്രമേ ഉണ്ടായുള്ളൂ. അവര് കയറി പടവും കണ്ട് കളക്ഷനും കൂടി അങ്ങനെയായത്. മനസ്സിലായ? അതായിരുന്നു സത്യം. ഗവൺമെന്റ് ശരിക്കും പറഞ്ഞ ആരിത് ഇതാക്കാൻ വേണ്ടി സമരം ചെയ്തോ അവർക്ക് നേരെ തിരിച്ചടിയായിരുന്നു. ഇവർക്ക് പൈസ കിട്ടണത് അവർക്ക് കിട്ടി. പറയാതിരിക്കാൻ വയ്യ. അമ്പോ ഇത് നമ്മുടെ ഇവിടെ നിന്ന് ഓടിക്കാൻ പോലും പറ്റൂലടാ. വെയിറ്റ് ഫോർ ദ എൻഡ്. ബ്രോ അടിപൊളി ബ്രോ, എന്ത് രസം. പുള്ളിയുടെ കണ്ണ് കാണാൻ എന്ത് രസമല്ലേ? പണ്ടേ ഭയങ്കര ഭംഗിയാ വിനീത്. എന്റെ അമ്മോ, ഒരു പോർഷെ ഗിഫ്റ്റ് ചെയ്താലോ? ബ്രോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ തന്നോ ബ്രോ, കുഴപ്പമില്ല, ഞാൻ മേടിച്ചോളാം. മുഷിൻ ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചോളാം, ഒരു കുഴപ്പമില്ല. ചന്ദ്രന്റെ വിട്ടിരിക്കുന്നത് നല്ല സത്യമല്ലേ? ഡ്രീമറിന്റെ ഒരു ചെറിയ കട്ടുണ്ട്. വാട്ട് വിൽ മേക്സ് യു ഹാപ്പി? എന്താ പോയത്? എന്റെ ഈ സ്പീഡിലൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു കാറ്? എനിക്കൊക്കെയാണ് ഒരു ഹലോ വേറൊരു കാര്യമുണ്ട്. ഈ റാലി കാർസിന്റെ ഒക്കെ സേഫ്റ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഇനി 10 തല കുത്തി വീണ് മറിഞ്ഞാലും 4 കാലിലേ വന്ന് വീഴത്തുള്ളൂ. അതിനകത്ത് ഇരിക്കുന്നവർക്ക് തുമ്മലൊന്ന് നിന്നിരുന്നെങ്കിൽ എന്റെ ദൈവമേ, അതിനകത്ത് ഇരിക്കുന്നവർക്ക് ഒന്നും പറ്റത്തുമില്ല. പറ്റിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഒരു പരിധി വരെ സേഫാന്ന് പറയാം. ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. ജുമാൻജി എനിക്ക് ഒടുക്കത്തെ തുമ്മല് വരുന്നത് കേട്ടാ. അണ്ണാ ഇതെന്റെ ചേട്ടൻ വരച്ചതാ, റെട്രോ സൂര്യ. ഞാനോർത്ത് പുള്ളിയുടെ പേര് ഇൻസ്റ്റഗ്രാം പേരായിരിക്കും റെട്രോ സൂര്യ കേട്ടാ. ഒറിജിനൽ ആണ്, ഓജി ആണെന്നാ. എന്റെ അമ്മോ, എടാ ഇത്രയും കിടിലോട്ടൊക്കെ ഇതൊക്കെ വരച്ചിടുമ്പോ ഇവരൊക്കെ വന്ന് ഇതിനകത്തൊക്കെ കമന്റ് ഇടാറോ വല്ലതും ഉണ്ടോ? അല്ല, അതെന്റെ ചോദ്യമാണ് കേട്ടോ. കങ്കാസ കണ്ടിട്ട് ഫീഡ്ബാക്ക് പറയണേ. എടാ ഇത് ഞാൻ കണ്ടായിരുന്നു.
നമ്മളുടെ ഏറെ വരച്ചളിയാവൻ അള്ളേടെ എന്തൊക്കെ കഴിവല്ലേ ആൾക്കാർക്ക്. അളിയ നീങ്ങളെ ഏറളിയാ നൈസ് നൈസ്, അടിപൊളിയായിരുന്നു ക്യാൻസർ. അണ്ണ ഇത് കണ്ടായിരുന്നോ? കഴിഞ്ഞ 3 കൊല്ലത്തിനിടെ ഇത് 3ാമത്തെ സിറ്റിയാണ്. ഈ സിറ്റിയിലേക്ക് എനിക്ക് ഒരു കൊല്ലത്തിൽ മേലെ നിൽക്കാൻ എടാ ഈ സാധനം ഭയങ്കര ക്രിഞ്ചല്ലേ. ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മള്ളിയൊക്കെ ഇച്ചിരി കുറക്കണം. വാസോടെ ഒന്നും ഓർത്ത് പേടിക്കണ്ട. നമ്മുടെ പിള്ളേരുണ്ടല്ലോ നേർവഴി കൊണ്ടുപോകുന്ന കാര്യം ഞാനേറ്റ്. ചന്ദ്ര നീയാണ് മെയിൻ. ഈ സിറ്റിയിലുള്ള എല്ലാ പോലീസ് വണ്ടി നീ കയറി മോഷ്ടിക്കും, എന്നിട്ട് അവരായിട്ട് തല്ലുപിടിക്കും. അവസാനം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണതോ ഞാനും. ചന്ദ്രനുള്ളത് കിട്ടി. കണ്ണമ്മോൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ട്. കണ്ണപ്പി ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ഉള്ള ആർക്കും ഇപ്പൊ നമ്മളോട് ഒരു പ്രശ്നമില്ല. ദൈവത്തെ ഓർത്ത് വെറുതെ അവരെ പിറകെ പോയി വെറുപ്പിച്ച് അവരെ ശത്രുക്കളാക്കരുത്. വാസോണ ഈ സിറ്റിയിൽ നമ്മൾ സ്നേഹം മാത്രമേ ഉള്ളൂ, നോ ശത്രുത. പിന്നെ ബാബു നീ ഉണ്ടല്ല, ബാബു നീ വേണേ വള്ളി പിടിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നീ എന്നെ ഊക്കണത് അത് ഇച്ചിരി ഒന്ന് കുറക്കണം. ഓ ഊക്ക്, ഓ ഹം ലോഗ് ദേखेंगे. എടാ മുതുക്കി നിൽക്കുന്നവരോട് ചോദിച്ചു സമയം എത്രയാണ്. അപ്പൊ അവൻ പറയണ ഇന്നലത്തെ സമയമാണെന്ന്. അവൻ വള്ളി മൈൻഡ് അല്ലേ? അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞ, എന്നാ പിന്നെ ഇത് ചോദിക്കണം. അവൻ അങ്ങനെ പറഞ്ഞ. നമുക്ക് ചോദിക്കാം. ഒരുത്തിനൊരു വള്ളിയും പിടിച്ച് വന്ന് അതീ തൂങ്ങി എല്ലാരും പോവുകയും ചെയ്തു. വാസു ഇവന്മാരെല്ലാരും നേരാക്കി ഒറ്റ മാർഗം ശരിയാ. ജോക്കി വിളിക്കാൻ സമയം. നൈസ്. അല്ലടാ അവൻ ചെയ്യാറുണ്ട്. ഇതെന്താ? മിസ്റ്റർ യാനിസ് ഡൊണേറ്റഡ് ഹെയർ ഫോർ ക്യാൻസർ പേഷ്യൻസ്. ഓ കൊള്ളാടാ. അണ്ണ എന്നെ ഓർമ്മയുണ്ടോ? അയ്യോ എടാ നീയായിരുന്നു അത്. എടാ ഇവനെ ഓർമ്മയുണ്ടോ? എടാ ഇവൻ ടിവിയിൽ കേറണമെന്ന് വന്ന് പറഞ്ഞ ഒരു പയ്യനാണ് ഇവൻ ഒരു ബാക്ക് സ്റ്റോറി കൊണ്ട് വന്ന് ആ ബാക്ക് സ്റ്റോറി കേട്ടിട്ട് എനിക്ക് സങ്കടമായി. എന്താ ഇല്ല ഒന്നുമില്ല, ചുമ്മാ ഒരു സ്റ്റോറി പറയാ നമ്മള് കേൾക്കണ്ടേ. ഇല്ല അത് വേണ്ട. ടിവിയെ കേറണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു പയ്യനാണ് ഇവൻ. இது எனக்கு ஒரு செகண்ட் எப்படி தெரியுமா தோணுச்சு, வினீத் வந்துட்டு எக்ஸ்ட்ரா ஹேர் வச்சிருக்க மாதிரி இருந்துச்சு. വിനീത് മുടി വളർത്തിയതാണോ? എന്റെ ആളിയാ സത്യല്ലേ വിനീതിന്റെ ഒരു കട്ടുണ്ടല്ലേ? സത്യല്ലേ വിനീതിന്റെ ഒരു കട്ടുണ്ടല്ലേ? ഇത് വിനീത് തന്നെ. കാറെന്നെങ്കിൽ കൺഫേം, കാറെന്നെങ്കിലേ കൺഫേം. ടൈം ഗെയിമർ എടാ ഇവൻ ലൈവ് ഒക്കെ ഇടുന്നതാ. ടൈം ഗെയിമർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? മറ്റേ തൊപ്പിയുടെ ഒക്കെ പോലത്തെയാണ് ഇവൻ ലൈവ് ഒക്കെ ഇടുന്നത്. ഞാൻ കാണിച്ചു തരാം. ഓ ടൈം ഗെയിമർ ഇവൻ ഇപ്പൊ ചാനലൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ. ഓ ഇവന്റെ ചാനൽ ആരോണ്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരു ചാനലേ ഇല്ല. ആരാളിയാ കൊണ്ടുപോയി? നിന്റെ അച്ഛൻ കൊറേ നേരം ആയിക്കോട്ടെ പൂട്ടച്ചി. അങ്ങനെ ഒരു ചാനലേ ഇപ്പൊ ഇല്ല. ഇപ്പൊ പോയല്ലേ പോയി. അണ്ണാ ഈ ഗെയിം ട്രൈ ചെയ്ത് നോക്ക്. സീനാണ് ഡ്രോയിഡ് ബിക്കം ഹ്യൂമൻ. മൾട്ടിപ്പിൾ എൻഡിങ് ഉള്ളതാണ്. ബേസ്ഡ് ഓൺ ഹൗ വി പ്ലേ ദ ഗെയിം വിത്ത് 85 ഡിഫറെന്റ് എൻഡിങ്. അബ്സല്യൂട്ട് സിനിമ. Hi Daniel. My name is Connor. How do you know my name? I know a lot of things about you. I've come to get you out of this. ഓ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ. ഈ ക്ലിപ്പ് എവിടെ കണ്ടിട്ടുണ്ട്. പടത്തിലുള്ളത് ഇത് പടമല്ലടാ, ഇത് ഗെയിമായത്. Anymore.
മോട്ടീവ് തന്നെ. ഇത് അവന്റെ മിഷൻ സക്സസ് ആക്കണം. എടാ ഈ ഗെയിമിന്റെ പേരെന്താ? പൊണ്ണെ സേവ് പണ്ണോ. നോട്ട്സ് എടുത്ത് സേവ് ചെയ്ത് വെക്കട്ടെ. Human something they said, no? Droid become human. Okay. Detroit. ഓക്കെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം ഗൈസ്. നമുക്ക് ഒരു സോൾ ഗെയിം തീർത്തിട്ട് ഇടയ്ക്ക് ഒരു സ്റ്റോറി മോഡ് കളിക്കാം. നോക്കാം. കാര്യം മനസ്സിലായല്ലോ? രാധേന്നോ? അവള് നിങ്ങളോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ അവൾ തീർച്ചയായും അവളുടെ രണ്ടാമത്തെ ചിക്കനോട് ചാറ്റ് ചെയ്യുകയായിരിക്കും. അതല്ല അവള് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട്. കൃഷ്ണനാണോ ഈ ഉപദേശം തരുന്നേ? ശരിയാണ്, പുള്ളിക്കാരന് കുറെ റിലേഷൻഷിപ്പ് ഉള്ള ആളാണ്, എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. ശരിക്കും ഉറങ്ങാൻ പോയെങ്കിൽ അവളുടെ രണ്ടാമത്തെ ചിക്ക് നിങ്ങളാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മളും ഇതേ സംഭവം തന്നെ ചെയ്യണം. അവളെ മെയിൻ ചിക്കായി വെച്ച് ഒരുപാട് സൈഡ് ചിക്കനെ നിങ്ങൾ സമ്പാദിച്ചെടുക്കണം. എന്നിട്ട് എല്ലാവരെയും കല്യാണം കഴിക്കണം അവളെ ഒഴിച്ച്. എന്നിട്ട് മെയിൻ ചിക്കായ അവളുടെ പേര് എന്നെ പോലെ പാടി നടക്കും. രാധേ 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 രാധേ. പുരാണം വെച്ച് നോക്കിയാൽ അത് കറക്റ്റ് ആണ്. പക്ഷെ ഇതൊന്നും കേട്ട് മെയിൻ ചിക്ക് സൈഡ് ചിക്ക് എന്നൊക്കെ പറഞ്ഞിരുന്ന സൈഡ് ചിക്കിനെ പൊക്കുമ്പോ മെയിൻ ചിക്കും പോവും, എല്ലാ ചിക്കും പോയി സിംഗിൾ ആയിട്ട് ഇവിടെ നിന്ന് ലൈവ് കണ്ടവരും. അതിലും ഭേദം ഒരെണ്ണത്തിനെ, ഞാൻ പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയാം, ഒരെണ്ണത്തിനെ മാനേജ് ചെയ്യുന്ന തന്നെ വലിയ പാടാണ്. പിന്നെ 2-3 അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും നിങ്ങളെ. അതിലും ഭേദം ഇന്ന് ഇതൊക്കെ പുരാണം, കൃഷ്ണന്റെ ഒക്കെ കാലം എന്ന് പറഞ്ഞാൽ പുരാണം, അത് ഇതൊക്കെയാണ്, വിശ്വാസം മാത്രമുള്ള ഒരു കാര്യമാണ്. വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം, ഇന്ന് ഒരാൾക്ക് ഒരു പെണ്ണിനെ പോലും കിട്ടാത്ത കാലമാണ്. അപ്പൊ ഈ മെയിൻ ചിക്ക് സൈഡ് ചിക്ക് എന്നൊക്കെ പറഞ്ഞു പോയാൽ മൂഞ്ചി തെറ്റും, മനസ്സിലായ? ഉള്ള ഒരെണ്ണത്തിനെ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ നോക്കുക, അല്ല പിന്നെ 2021-24 ദിലീപ് ഇത് 32 ഹിറ്റ്സ് 2000-2010. പുള്ളിയുടെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം ലൈക്ക് കംപ്ലീറ്റ്ലി പോയടാ. അതായത് ഇപ്പൊ ഒരു പുള്ളിയുടെ ലാസ്റ്റ് പടങ്ങൾ OTT പ്ലാറ്റ്ഫോം പോലും മേടിച്ചിട്ടില്ല, ഒരു OTT പ്ലാറ്റ്ഫോമുകൾ പോലും മേടിച്ചിട്ടില്ലെന്നാ പറയണേ. അയ്യോ, എങ്ങനെ ഉണ്ടായിരുന്ന ആളല്ലേ, എങ്ങനെ ആയെന്ന് നോക്ക്. ഡൗൺഫോൾ അറ്റിറ്റ്സ്, അതിനെന്തൊന്ന് റിക്കവർ ചെയ്യാൻ പറ്റട്ടെ പുള്ളിക്ക്. പക്ഷെ വേറൊരു കാര്യം പറയാം ഗൈസ്, ബേസിലിന്റെ ഇപ്പോഴത്തെ അഭിനയം എന്റെ അമ്മോ ഒന്നും പറയാനില്ല. പുള്ളിയുടെ ഓരോ പടത്തിലും ഓരോ കിട്ടുന്ന റോള് കിടിലമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാള്. എന്റെ അമ്മോ, ലാസ്റ്റ് മറ്റേ പടത്തിന്റെ പേരെന്തുവായിരുന്നു? അയ്യോ മറന്നുപോയി. മറ്റേ ഞാനിപ്പോ പറഞ്ഞ ഈ റൂമിൽ 5 ലക്ഷം രൂപ വരും, അതാണ് ക്യാരക്ടർ. അതേതായിരുന്നു പടം? ഏതായിരുന്നു? പൊന്മാൻ. അയ്യോ എന്ത് കിടിലം പടമല്ലേ. പൊന്മാൻ കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടു നോക്കുക. കിടിലമാണ് കേട്ടോ, കിടിലം പടമാണ്. മറ്റേ നമുക്കൊരു ഫൈറ്റ് ചെയ്ത് ജീവിക്കാനൊക്കെ തോന്നും പൊന്മാൻ കാണുമ്പോ. കിടിലം പടം കേട്ടോ, വലിയ എക്സാജറേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു പടമാണ്, നല്ല രസമാണ് കാണാൻ, കിടിലോ. എന്നാ നോക്കാതെ പോവല്ലേ, നോക്കിയടാ, ഇനി പോയല്ലോ. ഓക്കെ, മറ്റേ ഹരികൃഷ്ണനാണെന്നാ തോന്നുന്നു എനിക്ക്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, അവനാണ് ഇങ്ങനത്തെ സാമാനങ്ങളൊക്കെ പടച്ചു വിടുന്നത്. ഇവന് വേറെന്തോ അസുഖമാണ്. ഇവ വീടിന്റെ പുറത്തു പോലും ഇറങ്ങാതെ രാവിലെ തൊട്ട് പ്രിന്റ് ചെയ്യാൻ തുടങ്ങും. ഒരു 7:45 അലാറം വെച്ച് എണ്ണീറ്റിട്ട് തിന്നു പോലും ഇല്ല, പെൻസിലും പേപ്പറും എടുത്ത് പ്രിന്റിങ് രാവിലെ തൊട്ട് താഴെ വരെ. എന്താണോ അവന്റെ കണ്ണി കാണുന്ന അതേപോലെ അച്ചടിച്ചു വെക്കും. ഇങ്ങനെ ഒരുത്തനെ ഞാൻ എന്ത് പറയാനാണ്? അത് കണ്ടാ നിങ്ങൾ ആദ്യം കാണിച്ച റെഫറൻസ് കണ്ടാ? റീല് കാണുമ്പോ ഇങ്ങനെ എല്ലാം സേവ് ചെയ്ത് വെക്കും, എന്നിട്ട് ഇരുന്ന് വര തുടങ്ങും രാവിലെ ആവുമ്പോ. റെഫറൻസിനേക്കാളും ഭംഗിയുണ്ടാവും വരച്ചത്, പറയാതിരിക്കാൻ വയ്യ. ഹരീഷ്ണ, നിനക്ക് എന്തോ പ്രശ്നമുണ്ടേ?
ഇത് ഡിസ്പ്ലേ ആണോ ഇത്? ഇപ്പൊ ബസ്സിനൊക്കെ അങ്ങനെ ഡിസ്പ്ലേ. ഞാൻ ആദ്യം കണ്ടപ്പോ ഞാൻ ഇത് കണ്ടപ്പോ വിചാരിച്ച ലൈറ്റ് ആ നെയിം ബോർഡിന്റെ മണ്ടയ്ക്ക് ലൈറ്റ് ഇരിക്കുക കണ്ട. ഇങ്ങനെ കണ്ട അങ്ങനെയല്ല പറയത്തുള്ളൂ. അവരാധപ്രവി ഇവിടെ ഉണ്ട്. എന്റെ അമ്മ ജോക്കി, ഞാനൊരു കാര്യം പറയട്ടെ ജോക്കി. എനിക്ക് പണ്ട് സ്കൂളിൽ നിന്നൊക്കെ കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് പോയതുപോലെ ബസ്സിനകത്ത് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സ്മോക്കൊക്കെ ഇതാക്കി ട്രിപ്പ് പോവാൻ കൊതിയാവും ജോക്കി. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോ ജോക്കി, എവിടെയെങ്കിലും കൊണ്ടുപോ ജോക്കി. നിനക്കൊരു ബസ് അങ്ങ് വാങ്ങിച്ചുകൂടാ? ஏற்கனவே அந்த பஸ் எடுக்க போறேன்னு சொன்னீங்க, அது என்ன? ഓ കോച്ച് എല്ലാം അഡ്വാൻസ് എല്ലാം കൊടുത്ത് ഇപ്പൊ ചേസ് ഇറങ്ങി പ്രകാശിൽ കൊടുത്തേക്കുന്നു ബോഡി പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു 6 മാസമാണ് അവർ സമയം പറഞ്ഞു. 6 മാസം കഴിയുമ്പോഴത്തേനും വരും. 6 months. എടാ എല്ലാവർക്കും ഹായ്. എല്ലാവർക്കും ഹായ്. എടാ ഈകളെ നമുക്ക് ബസ് വാങ്ങിക്കാം. ഓ ജോക്കി ഞാൻ ഓൾറെഡി മേടിച്ചു ജോക്കി. ഇനി പ്രകാശിൽ കൊടുത്തേക്കും. ഒരു 6 മാസമാണ് ഒരു ടൈം പറഞ്ഞേക്കണേ. ഉടനെ ഇറങ്ങും. I have a beautiful smile. No, my smile is beautiful. Sydney Sweeney, man. Nah, mine is best. The best video. ഇന്നത്തെ ബെസ്റ്റ് വീഡിയോ ഇതാണ് ഇന്നത്തെ ബെസ്റ്റ് വീഡിയോ ജോക്കി. വീഡിയോ ഓഫ് ദ ഡേ. ഒന്നുകൂടെ കാണട്ടെ. ഇവരൊക്കെ സിനിമ നടിമാരാണോ? ഇന്നലെ രാത്രി അടുത്തത് സിഡ്നി സ്വീഡൻ. ബ്രോ നീ ഇന്നലെ രാത്രി നിന്നെ കണ്ടപ്പോ എനിക്ക് തോന്നി അനാട് കർമാസിനെ സിഡ്നി സ്വീഡനെ അറിയാത്ത നീ സിനിമ നടിമാരാണോ ജോക്കി? പിന്നെ ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് സിനിമ ഒന്നും കാണാറില്ല. ഇത് മെഗാൻ ഫോക്സ്. എനിക്ക് ഇന്ത്യൻ ഫിലിംസാ ഇഷ്ടം. നമ്മുടെ മലയാളം, തമിഴ്, ഹിന്ദി. പിന്നല്ല കിടന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്യട്ടെ. അല്ലെ ഇവര് അസൂയുള്ളവര് ചിലപ്പോ ഇതാക്കി കളഞ്ഞോളെ. ഇതെങ്ങനെയാ ഡൗൺലോഡ് ചെയ്യുന്നത്? ഇവിടെ ഉണ്ട്. നിന്റെ കിടപ്പുണ്ടായിരിക്കും ഓൾറെഡി. എന്താണ് ഇന്ന് മൊത്തം ഇങ്ങനത്തെ സ്ഥാനമാണോ വരുന്നത്? ഇതെന്താ? അത് കണ്ട ഞാൻ ഒരിക്കലും ഇങ്ങനൊരു ട്രാൻസിഷൻ പ്രതീക്ഷയില്ല കേട്ടാ. ഫോട്ടോയാണ് അൺനോൺ ആർട്ടിസ്റ്റ് രഞ്ജിത്ത് വരയ്ക്കാൻ തുടങ്ങണം. ജോക്കി വരയ്ക്കും അടിപൊളിയായിട്ട്. ജോക്കി കിടിലായിട്ട്. എന്റെ അമ്മ ജോക്കി അടിപൊളിയായിട്ട് വരയ്ക്കൂടാ. ജോക്കി എപ്പോഴാ വരാൻ നിർത്തിയെന്നറിയോ നിനക്ക്? എപ്പോ ജോക്കിയുടെ അടുത്ത് മറ്റേ ബയോളജിയുടെ ഇതിനകത്ത് ഹേർട്ട് വരച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അണ്ടി വരച്ചോണ്ട് ചെന്ന് എന്നിട്ട് അണ്ടി ഒരെണ്ണം മറ്റേ 3D പ്രിന്റർ ആക്കിയിട്ട് നിനക്ക് വെച്ചു അത് റെഗുലർ എടുത്തോണ്ട് പോവുകയും ചെയ്തു. ഇപ്പൊ അണ്ടി ഇല്ലാത്തവനാണ് നീ. എനിക്കുണ്ട്. അയ്യോ ബ്രോ താങ്ക് യു സോ മച്ച് 50 മെമ്പർഷിപ്പ്. ഞാൻ തമാശ പറയല്ല, സീരിയസ് ആയിട്ട് വരയ്ക്കും അടിപൊളിയായിട്ട് ജോക്കി. ജോക്കിയുടെ മറ്റേ പേഴ്സണൽ അക്കൗണ്ടിന്റെ പേരെന്താ ജോക്കി? ഇപ്പൊ ജോക്കിയുടെ പേഴ്സണൽ അക്കൗണ്ടിന്റെ പേരെന്തായിരുന്നു? വ്ളോഗർ സാവി. അതൊക്കെ ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അല്ല പടമൊക്കെ ഡിലീറ്റ് ചെയ്തോ? അത് കുറച്ച് കിടപ്പുള്ളടാ. ഞാൻ ഇതൊക്കെ വ്ളോഗർ സാവി കേറി നോക്ക്, കിഡിലാണ്. 9.5k വാച്ചിങ്, 7.2k ലൈക്ക് അടിച്ചിട്ടുള്ളൂ. എല്ലാവരും ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിക്കാത്തവർക്ക് വേഗം ലൈക്ക് അടിക്കണേ. ബ്രോ യു നോ how to use AI? Why don't you create Ghibli style images? Meanwhile what I create? കടമേ പോണേ ഒരു ഹെൽപ്പ് ചെയ്യാവോ? കാരണം നാളെ
നമ്മളെ റൊണാൾഡോയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിയെ നേരിട്ട് കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അത് എന്തായാലും പറ്റത്തില്ല. അപ്പോൾ നീ പറ്റുവാണെങ്കിൽ നിൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് ഒരു നല്ലൊരു എഡിറ്റ് ചെയ്യാവും. പെരിനെ ആ ചെറിയ സ്പാൻഡറും കൂടെ എടുക്ക്. ഇപ്പൊ ശരിയായിട്ട് ആര് കണ്ടാലും ഒറിജിനലാണേ പറയുള്ളൂ. സൂപ്പർ. നീ ഒരു വട്ടം എമ്പരാൻ കണ്ടതല്ലേ, പിന്നെ എന്തിനാ കാണണ വീണ്ടും ടിക്കറ്റ് എടുക്കണേന്ന്. ഈ ഒരു ഒറ്റ സീൻ മതി വില്ലംബ്രോ. ഈ പടം എന്റെ അമ്മ പൃഥ്വിരാജ് പറഞ്ഞില്ലായിരുന്നു ഓൾറെഡി മോഹൻലാൽ മുണ്ടെടുത്ത് വരുന്ന സീക്വൻസുകളൊന്നും ഉണ്ടാകത്തില്ല, അതല്ല വാട്ട് വി ആർ മേക്കിംഗ് എന്ന് പറഞ്ഞ പുള്ളി ഒരു വീഡിയോ പറഞ്ഞായിരുന്നു. പക്ഷെ ഈ ഒരു ഒറ്റ സീൻ ഉണ്ടല്ലോ, ഞാനിപ്പോ തുടക്കം പറഞ്ഞതേ ഉള്ളൂ. മറ്റേ ലേസർ വരുന്നത് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ച മറ്റേ സാഗർ ജാക്കിലുണ്ടല്ലോ ആ സാധനം, സാഗർ ജാക്കിലല്ലേ ആ ലേസർ വരുന്നതാണുള്ളേ. പക്ഷെ ഈ ഒരു ഒറ്റ സീൻ ഇത് മതി. പിന്നല്ല ഈഗിൾ ബ്രോ മറ്റേ ബെല്ലാരിയുടെ എന്താടാ മറ്റേ ബെല്ലാരിയുടെ പുതിയ ഗ്യാങ് വണ്ടി ഉണ്ടായിരുന്ന? ഇല്ലില്ല, കാണണ്ട. ഇത് ഡിസ്കോഡ് കുറച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അല്ലാത്ത വീഡിയോ റിയാക്ട് ചെയ്യാം. ഓക്കെ. സത്യം ഇപ്പൊ ഈ കൊറേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയതോടെ കൊറേ ആർട്ടിസ്റ്റ് അവർക്കൊക്കെ ഭയങ്കര ഫീൽ ബാഡ് ആയി തുടങ്ങി. കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് ഇത്രയും ഇതൊക്കെ കാണുമ്പോ ഗൈസ് ബാലിന്റെ വീഡിയോ ഞാൻ കാണാന്ന് പറഞ്ഞല്ലേ ഗൈസ്. ഞാൻ കുറച്ച് ഡിസ്കോ ട്രോൾസ് ഒന്ന് നോക്കിക്കോട്ടെ, ഇങ്ങനെ സ്പാം ചെയ്യല്ലേ പ്ലീസ്. ഞാൻ കണ്ടോളാം പ്ലീസ്, കണ്ടിട്ടേ പോവുള്ളൂ, ഞാൻ അതും കണ്ടിട്ടേ പോത്തുള്ളൂ പ്ലീസ്, ദയവ് ചെയ്ത്. ഞാൻ കുറച്ച് നേരം നോക്കിക്കോട്ടെ. ആ പറടാ. സ്റ്റാലിൻ ഒരു വീഡിയോ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഇതിനകത്ത് ലിങ്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു സ്കൈ. ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്ന ഫ്യൂഡൽ കോംപ്ലക്സ്, അതിനാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി. മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ പാകിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. That will destroy the country. But there will be a day every Indian will realize that India has only one religion. That is patriotism. എന്ത് ഡയലോഗ് ഇതിനകത്ത് മോഹൻലാല് മറ്റേ ഷൂ നക്കുന്ന സീനൊക്കെ ഒറിജിനൽ ആണെന്നാ പറയണേ. യഥാർത്ഥത്തിൽ അതങ്ങനെ ചെയ്തിട്ടുണ്ട്. ഗൈസ് ബസൂക്ക കണ്ടോ എല്ലാരും? ഞാൻ കണ്ടില്ല. ബസൂക്കെ പറ്റി എന്താണ് റിവ്യൂ നിങ്ങളുടെയൊക്കെ? ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യം പറയാട്ടോ. ഞാൻ ഇപ്പോഴേ പറയാം. ഇല്ല, ഒന്നും കണ്ടില്ല ചേട്ടാ, ഇന്ന് ഇറങ്ങി ഒന്നും കണ്ടില്ല. എനിക്ക് പനിയായിരുന്നു, ഞാനിപ്പോ എണ്ണീറ്റതേ ഉള്ളൂ. ഞാൻ ആശുപത്രിയിലായിരുന്നു. എനിക്ക് പനിയായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഗൈസ്, നിങ്ങൾ ഈ റിവ്യൂ എന്ന് പറയുന്ന സാധനം താഴെ ആര് പറയണ എന്താണെങ്കിലും അത് കണ്ടിട്ട് നിങ്ങൾ അത് കണ്ടിട്ട് പോയി കാണാൻ നിൽക്കരുത്. ബേസിക്കലി അത് ഞാനിപ്പോ എക്സാമ്പിൾ പറയാം. ഒരു ഫുഡ് ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സ് ഭയങ്കര ഡിഫറൻറ്റാ. ഒരാൾ പറയണ കൊള്ളത്തില്ലെന്ന്, പക്ഷെ നമ്മൾ പോയത് തിന്നു നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അതുപോലെ തന്നെ ഉള്ളൂ, ടേസ്റ്റ് ആണല്ല. നമ്മുടെ ഓരോ ടേസ്റ്റ്, നമ്മുടെ ഓരോ മറ്റേ ഈ പറയണത് പോലെ നമുക്കായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ, ആ സാധനം വേറൊരാൾക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേരെ പോയി കാണുക. അണ്ണ ഒരു ഡിവൈസ് സ്പോൺസർ ചെയ്യുക ഫോർ സ്ട്രീമിംഗ് സ്റ്റഗ് ഗെയിമിംഗ്. മോനെ ഒരു കുഞ്ഞുവാവ ജനിച്ച് അവന് സ്നഗ്ഗി സ്പോൺസർ ചെയ്തോണ്ടിരിക്കുകയാണ് ഞാനിപ്പോ ഡെയിലി. ഇതിന്റെ ഇടയ്ക്ക് നിന്നെയും കൂടെ പോറ്റാൻ എനിക്ക് ഇപ്പൊ ഗതിയില്ല, സത്യം പറയാം. ഞാൻ ലൈവ് വന്നിട്ട് തന്നെ കുറെ നാളായി. ഞാനൊരു 4-5 ദിവസമായിട്ടാണ് ലൈവ് വരുന്നത്. ആദ്യം ഞാൻ അവനെ സ്നഗ്ഗി ഇല്ലാത്ത രീതിയിൽ ഒന്ന് വളർത്തി വലുതാക്കിക്കോട്ടെ, അതിനുശേഷം ബാക്കി. മനസ്സിലായോ?
കുറെ ഡ്രോയിങ്സ് വരുന്നുണ്ട്. ഈ ഡ്രോയിങ്സ് മാത്രമായിട്ട് ഞാൻ നോക്കുന്നില്ല, എല്ലാം കൂടെ ഡ്രോയിങ്സ് മാത്രമായിട്ട്. This camera has 16 This camera has 16 camera. This camera is so that you don't need all of these. Yes, this is the light camera, and this is a proper camera with a ton of cool features. First of all, you get focal length of 28mm, 70mm, and even 150mm right on this. And when you click a picture, 5 cameras capture the picture at the same time, allowing you to change the focus later using their app. You can even quality illa. See the lens switching in real time, and when you zoom in, the required lens just activates by itself and gives you the best optical zoom possible without you attaching a different bulky lens or using digital zoom. By the way, this is a camera and not a phone, so you get raw, unprocessed, sharp images like this, unlike iPhone pictures. You can even shoot videos using these cameras, and they turn out really good. There's a built-in 256GB storage which you can connect to your PC to transfer. You also get laser autofocus and sensors to warn you if your fingers are blocking the lenses. This is a great small camera with big superpowers. So share this with a photographer. അവനോട് ചോദിച്ചോ, അതൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇത് നാപ്റ്റോൾ അല്ലേ, സത്യം വലിയ ക്വാളിറ്റി ഫീൽ ചെയ്തില്ലടാ. DSLR എന്നൊക്കെ പറയുമ്പോ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടല്ലോടാ. ഇത് DSLRനെ ഒന്നും ഒരിക്കലും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബോയ്സ് അത് കൊള്ളാം. അണ്ണാ, നിങ്ങളുടെ ലൈവിൽ നിന്ന് ഈ അക്കൗണ്ട് കണ്ടത് ഫിറ്റ്നസ് അണ്ണൻ പറഞ്ഞില്ലേ, ഞാൻ ഫോളോ ചെയ്ത് വീഡിയോസ് ഒക്കെ കണ്ടു. എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ട്. എൻ്റെ വെയിറ്റ് 8 to 10 kg കുറഞ്ഞു. പിന്നെ മോട്ടിവേഷൻ നൈസാണ് അണ്ണാ. ശ്രീരാജ് ഒഫീഷ്യൽ നമ്മുടെ മെമ്പേഴ്സിന് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. 110 കിലോ ഉണ്ടായിരുന്നു, എനിക്ക് 91 കിലോ എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതുണ്ടാക്കാൻ ഒരു 5 മിനിറ്റ് മതി. നമ്മുടെ ആദ്യം എടുത്തിരിക്കുന്നത് ഓക്കേടാ എന്താണ്, ഫ്രീ അഡ്വൈസ് ഫോർ ലൈഫ്. ഒന്നാമത്തെ കാര്യം, ആരുടെയും ഒരു സെക്കൻഡ് ചോയ്സ് ആവാൻ നിൽക്കാതിരിക്കുക. രണ്ടാമത്തെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളെയും മറ്റുള്ളവരെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കും. ചിലപ്പോൾ ആ മുറിവ് ഉണക്കാനോ ജീവിതത്തിൽ അവരുടെ ക്ഷമ ചോദിക്കാനോ നിങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചെന്ന് വരുന്നു. എനിക്ക് മനസ്സിലായില്ല. തമ്മിലുള്ള ദൂരമുണ്ട്. പുള്ളി വെയിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് വലിയ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയിരിക്കും ഒന്ന് കേട്ടാ. എല്ലാം അപ്ലോഡ് ചെയ്തവൻ. അവൻ അപ്പോഴത്തേക്കിനും അവന്റെ റീൽസിൽ ഉണ്ടായിരുന്ന എല്ലാം അപ്ലോഡ് ചെയ്ത് തന്നവൻ. എന്റെ വീഡിയോ ഞാൻ തന്നെ എന്തിനാടാ റിയാക്ട് ചെയ്ത്? ഇത് എന്റെ ലൈവില് നടന്നതല്ലേടാ അണ്ണാ. ഇതൊന്ന് കാണണേ, ഇവന്റെ കൈ നോക്കണേ. അവൻ കയ്യില് മറ്റേ ഡ്രം ആപ്പില് ഡ്രം അടിക്കും. അവൻ ഡ്രം ആപ്പ് ഉണ്ട് ഈ ഫോണിൽ, ഡ്രം ചെയ്യാൻ പറ്റുന്ന ആപ്പ് ഉണ്ട്, അത് വെച്ച് അടിക്കും അവൻ. എന്റെ പൊന്നോ, ഒന്നും അല്ല ജോക്കി, അവൻ ഏന്ന് പറഞ്ഞതാ ജോക്കി, ഏന്നല്ല. ആ ഡ്രോപ്പ് ഉണ്ടോ? എനിക്ക് ഉറപ്പായി ഇവൻ ഒരു 5 ഫിംഗറോ 6 ഫിംഗറോ എന്തോ കളിക്കണ പബ്ജി പ്ലെയറും കൂടെ അവൻ ഉറപ്പായിരിക്കും. ആൻഡ് ഇവൻ ഒരു ഗെയിമർ ആണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അവന്റെ വിരലിന്റെ സ്പീഡ് കണ്ടാ അറിയാം. ഉറപ്പാണ്, വിരലിന്റെ സ്പീഡ് കണ്ട അവന്റെ വേറെപ്പെടും. അന്ന് മറ്റേ നിന്റെ അച്ഛനെ പട്ടി അടിക്ക് ഓടിച്ചില്ലായിരുന്നു, അപ്പൊ പുള്ളി ഓടിയ km/h. സൂപ്പർ സൂപ്പർ. We actually have a message for the entire world. Give anime a chance. I know some people might think anime are just cartoons or മിക്കവാറും ഈ ഗെയിം ഉണ്ടല്ലോ നമ്മളിപ്പോ കളിച്ചോണ്ടിരിക്കുന്നത് ദ ഫസ്റ്റ് ബെർസെർക്കർ, അത് കണ്ടു കഴിയുമ്പോൾ ഞാനൊരു ആനിമി ഫാനായി മാറാൻ പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. Just for kids, but it's so much more than that. Anime teaches such valuable life lessons, like Vinland Saga to have no enemies, Mob Psycho to trust in yourself and the others around you, and One Piece
to always follow your dreams. These animes and life lessons are the reasons why we're even on the stage today accepting this award. ഒരു മിനിറ്റ് ജോക്കി, കുറച്ച് പുറകിലോട്ട് പോകാനാണോ? PC അയച്ചു കൊടുത്തായിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരത്തില്ലായിരുന്നല്ലോ. Just for kids, but it's so much more than that. Anime teaches such valuable life lessons, like Vinland Saga, to have no enemies, Mob Psycho, to trust in yourself and the others around you. And ആർക്കറിയാം ജോക്കി, ഞാൻ ഉടനെ ഒരു ആനിമി ഫാൻ ആവും ഉറപ്പായിട്ട്. അണ്ണാ ഞാൻ വരച്ചു, എനിക്ക് വയസ്സായതുപോലെ ഇരിക്കുന്നതാ. വയസ്സായല്ലേ എനിക്ക്. മൊത്തം വരച്ച് തീർക്കട്ടെ. ക്ലീൻ ഷേവ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. എനിക്ക് ഷേവ് സെറ്റ് ഒക്കെ ഉണ്ട്. അത് വേറെ എവിടെയെങ്കിലും നീ എവിടെ ഉപയോഗിക്കാൻ? ഷേവിംഗ് സെറ്റ് ഇല്ലായിരിക്കും. പിന്നെ മിസ്റ്റർ IPL മിസ്സിംഗ് നമ്പർ 3. സുരേഷ് എനിക്കൊക്കെ കുറച്ചുകൂടെ കളിക്കാനാ. പിന്നെ ഈസി ആയിട്ട് കളിക്കാം. ഈഗിൾ ഇഷ്യൂ എന്നാണ് ഇത്? ഈഗിൾ ഇഷ്യൂ എന്തുവാ? അവന്റെ ഏറ്റവും വലിയ സീൻ എന്ന് പറഞ്ഞാൽ അവനെ ട്രിഗർ ആയി സീനാവുന്നതാണ്. മനസ്സിലായോ? അവനെ വിഷമിപ്പിക്കാൻ വേണ്ടി കുറെ വഴികളുണ്ട്. അത് ഈസിയാണ്, അതറിയാലോ. അവൻ ഇത്ര നിൽക്കുന്നുണ്ട്, എന്തായാലും ഏറ്റവും കുറെ വരുള്ളൂ. മനസ്സിലായോ? അപ്പം അവൻ ഇങ്ങനെ ഇടുമ്പോ അവൻ തളർന്നു പോകും. അതാണ് അതിന്റെ പേര്. അവൻ ഭയങ്കരമായിട്ട് ഇതാകും, അതിന് കലിപ്പാകും, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഉണ്ടല്ലോ മുത്തേ, ഇങ്ങനെ ഇടുന്ന പുണ്ണകളൊക്കെ ശ്രദ്ധിച്ചു. അവൻ നാളെ ഉണ്ടല്ലോ കഥകെ വന്ന് കൊട്ടും വീടിന്റെ മുന്നിലെ. ഒന്നാലോചിച്ചാൽ മതി. നാളെ കഥകിന്റെ അവിടെ കരഞ്ഞു വിളിച്ച് നീ അന്ന് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായ ഓർമ്മയുണ്ടോ? അത് ശരിക്കും അത് പോസ്റ്റ് ചെയ്യണമായിരുന്നു. അതായിരുന്നു പോസ്റ്റ് ചെയ്യേണ്ട സാധനം. ഇൻസ്റ്റയിലിട്ട വീഡിയോ അല്ല അത്. കൂടാതെ വേറെത്തന്നെ ഞങ്ങളെ തൂക്കി ഇവൻ വീട്ടിൽ നിന്ന സമയത്ത്. എനിക്കറിയാം, അവനെ എക്സ്പോസ് പോസ്റ്റ് ചെയ്യണമായിരുന്നു. അത് പോസ്റ്റ് ചെയ്യണം. അത് യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു. ജോക്കി നാളെ ഒരു ഐറ്റം ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ജോക്കി നാളെ ഞാൻ ലൈവ് വേണ്ടി അയച്ചുതരാം. ഞാൻ പറഞ്ഞായിരുന്നു ഇടുന്ന ഗുണ്ടകളൊക്കെ ഒന്നാലോചിച്ചാൽ മതി. നാളെ കഥകിന്റെ അവിടെ രാവിലെ വന്ന് കൊട്ടുമ്പോണ്ടല്ലോ അവനായിരിക്കും മുന്നിൽ വന്നിരിക്കണേ. മനസ്സിലായ? അവനായിരിക്കും നീ നിന്റെ തന്തയുടെ തന്നെ കളി കാണുന്നു. മനസ്സിലായ? അപ്പൊ അവൻ വീട്ടിൽ കയറി വന്നിരിക്കും, കസേരയിലിരിക്കും. കണ്ട് നിന്നോടും പറയും ഇവിടെ ഇരിക്കാൻ പറയും, നിന്റെ തന്തയോടും പറയും അപ്പോൾ ഇരിക്കാൻ പറയും. മനസ്സിലായ? അവനാണെങ്കിൽ പറയാനുള്ളതല്ല. മനസ്സിലായ? കുടുംബത്തെ ഉള്ളൂ നാളെ. ഇതാവും പറയാൻ ഒരു കാരണമുണ്ട്. കാരണം സായിപ്പിന്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ആ സമയത്ത് ഞങ്ങൾ ഇതുപോലത്തെ ഒരു സ്കീമിനകത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ അന്ന് ഇതുപോലെ ആ പയ്യനെ വീട്ടിൽ പോയി കണ്ടിട്ട് ഒന്നും പറഞ്ഞൊന്നുമില്ല. അല്ല, സത്യമായിട്ടും പറയാം, വേറെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പുള്ളിയുടെ അവ അയച്ച മെസ്സേജും അവ ചെയ്ത് കാണിച്ച കാര്യവും ഞാൻ നേരെ കൊണ്ടുവന്ന് അവന്റെ അമ്മയ്ക്കും അവന്റെ അച്ഛനെയും പിടിച്ചിരുത്തിയിട്ട് ഇതുപോലെ കാണിച്ചു കൊടുത്തിട്ട് കാര്യം പറഞ്ഞ് അമ്മ ഇതുപോലെയാണ് സംഭവം. ഞാനിത് ചെറിയ ചെക്കനായോണ്ടാണ്. ചെറിയ ചെക്കൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിനാണ് പഠിക്കണത്. അപ്പൊ ചെറിയ ചെക്കനായതുകൊണ്ട് പിന്നെ അവന്റെ അമ്മ അങ്ങ് പറഞ്ഞു, മോനെ ഞങ്ങൾ കടം മേടിച്ചിട്ട് ലോൺ എടുത്തിട്ടൊക്കെയാണ് പഠിക്കാൻ വിടുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഈ സെയിം അടൂരുള്ള പയ്യനാണ്. ഇവൻ അടൂര് വന്നതാണ്. ആ സമയത്ത് സായിപ്പിനോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അവനത് അങ്ങനെ പറയണേ. പിന്നെ അവരുടെ വീട്ടിലെ അവസ്ഥയും പുള്ളിക്കാരുടെ സംസാരമൊക്കെ കണ്ടപ്പം ഞങ്ങൾക്ക് ഷോക്ക് അടിച്ച്. അടൂര് എനിക്ക് അതിൻ്റെ അടുത്താ. അപ്പൊ ഞങ്ങൾ പോയി അങ്ങനെ കാണിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇതായിട്ട് പറഞ്ഞു. അപ്പൊ പിന്നെ ലാസ്റ്റ് അവരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ചെറുക്കന്റെ കാര്യം പോട്ടെ, അവരുടെ അമ്മയുടെയും അച്ഛന്റെയും സംസാരം കേട്ട് നമുക്കൂടെ വിഷമം വന്നു. സത്യം പറയാലോ. പറയാനുള്ളതല്ല. മനസ്സിലായോ? കുടുംബത്തെ ഉള്ളൂ നാളെ. അതുകൂടെ ആലോചിച്ചിട്ട് കൊണച്ചോണം കേട്ടോ. അവൻ ഹാക്കിങ് മറ്റേ പരിപാടി നടത്തുന്നതാണ്. അവൻ വരും നിന്റെ വീട്ടുകാരെ നോക്കിയിരുന്നോ പരിപാടി. ജാക്കി ചാൻ സ്പീക്കിംഗ് മലയാളോ? വേറെ എന്റെ വീട്ടിൽ വന്ന് എന്റെ മുകളിലത്തെ മുറിയിൽ താമസിച്ച് മാസ്റ്റുബേറ്റ് ചെയ്യാൻ അവിടെ പരിപാടി. പുള്ളി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടേക്കുന്നുണ്ട് ജോക്കി. മാസ്റ്റുബേഷൻ ബസ് ക്യാമിയോ ഉണ്ട്. ആര്
6 മമ്മൂട്ടിയെ ചേസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവസാനം പിടിക്കുമ്പോ 6 ഹെൽമെറ്റ് ഊരി നിൽക്കും. ലക്ഷങ്ങളാണ് പ്രതിഫലം തന്നത്. എനിക്കത് കാണാൻ വയ്യ. അയ്യോ, വി ഗോട്ട് 6 ഇൻ മൂവി ബിഫോർ GTA 6. അതും മമ്മൂക്കയുടെ പോയി. എന്റെ അളിയാ, എന്തൊക്കെയാണ്. എടാ എന്നാ ജോക്കിയെ കൂട്ടി വാ, അടിച്ചു പൊളിക്കാന്ന്. മെന്നിയുടെ PC-യുടെ തുണി പൊക്കാൻ ഞാൻ ചെല്ലണം എന്നാണ് മെന്നി പറയണത്. എന്റെ അഭിപ്രായത്തിൽ മെന്നി തന്നെ തുണി പൊക്കുന്നതാണ് മെന്നി അതിൻ്റെതായിട്ടുള്ള ഒരു ശരി. ജോക്കിയെ വിളിച്ചോണ്ട് വരാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ മെന്നിയുടെ തുണി പൊക്കൽ ചടങ്ങ് ഉടനെ ഉണ്ടാവും, മെന്നിയുടെ പുതിയ PC-യുടെ. അപ്പൊ ഉടനെ അത് എന്നായിരിക്കും, 13-ാം തീയതിയോ 4-ാം തീയതി എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഉടനെ അപ്ഡേഷൻ പറയാം. എടാ എന്റെ റൂം ഫുള്ള് ഗൈസ്, ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഒന്ന് പറ ഗൈസ്. എന്റെ റൂം ഫുള്ള് ഈ വെട്ടം കണ്ടോണ്ട് മറ്റേ കറുത്ത ആ സാധനം വരുന്ന ഗൈസ്. എന്തോ ജോക്കി നിങ്ങളോടൊക്കെ എന്തോ പറയാ, മറ്റേ ഒരു വൃത്തിയുടെ വാടയുള്ള ചെല്ലി. ഇതോ ഇപ്പൊ ഒരു ഈ റൂമിൽ ഇപ്പൊ ഒരു ഷീറ്റിൽ ഫുൾ ആയി കാണുമല്ലോ മുകളിലല്ലേ? ബ്രോ, മൊത്തത്തിലായി, ഒരുപാടായി. സ്പോയിലർ ഒന്നും അല്ലടേ, അത് സ്പോയിലർ ഒന്നും അല്ല, എല്ലായിടത്തും ആയി. എല്ലാം റീൽ ലൂപ്പ്. അതാ ഗൈസ്, അതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഗൈസ്. എന്തെങ്കിലും കത്തിക്കാൻ പറ്റത്തില്ലടാ. കത്തിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്താൽ എങ്ങനെ ഇതിനകത്തിരിക്കും? PC-യുടെ വെട്ടം കണ്ടോണ്ട് PC-യുടെ സ്ക്രീനിൽ വന്നിരിക്കും എല്ലാം കൂടെ. എടാ ബോബിന്റെ അടുത്ത് ഒരു ഫ്ലാഷ് ലൈറ്റ് പിടിച്ച് വാദം കൂടെ നിൽക്കാൻ പറ. ഒരുപാടായി നോക്കി, ഒരുപാട്. ഇത് എന്ത് ചെയ്യുന്നു ഒരു പിടുത്തവും ഇല്ല. എന്റെ കൂടെ ഒരു വൃത്തിയായിട്ട തുമ്മല് മൂക്കല്. ഈയൽ ജോക്കി, കറുത്ത കളറിലെ വാഴ മറ്റേ സാധനം. എള്ളൊന്നുമല്ല, ചെള്ളെന്നാ പറയണ. ഇവിടെ ചെള്ളെന്നാ പറയണ ചേട്ടാ. ഇവിടെ ചെള്ളെന്നാ പറയണ. മറ്റേ പട്ടിയുടെ ഒക്കെ വേഗത്തിരിക്കുന്നില്ലേ? അല്ല, അതെന്താ പേടിച്ചു പോയി ഞാൻ. ഒന്ന് വണ്ടി ഇടിച്ച വണ്ടി ഇടിച്ച അവന്റെ നെയ്മാണ് ഡെത്ത് റൈഡർ. ഡെത്ത് റൈഡറാ. 99% people failed. ഇതെന്താ പാട്? എന്തൊരു ജംപ് സ്കെയർ ആടാ. അവിടെ സ്പീഡ് കൂടുമായിരിക്കും. കണ്ട, അത് ചെയ്യാൻ പറ്റത്തില്ല. കണ്ട, ആ ഒരു ഫ്രെയിം ഇല്ല, ഫ്രെയിം സ്കിപ്പ് ആക്കി. ആ ഫ്രെയിം സ്കിപ്പ് ചെയ്ത് വെച്ച് കളഞ്ഞേക്കുക. ഓ, ഈ ചെറുക്കൻ മറ്റേ ചെറുക്കല്ലേ ഇത്? മറ്റേ മോൻ, മറ്റേ റൈസറിന്റെ. ഇത് വേണ്ട, ബേബി സീറ്റ് വെച്ച് കൊടുത്തേക്കുന്നുണ്ട. എനിക്ക് പോലും ഇതുപോലെ അറിഞ്ഞൂടല്ലോ. നിനക്ക് പോലും അറിയാം. നിനക്കല്ലേ വണ്ടി ബേസിക് ആയിട്ട് ഓടിക്കാൻ അറിയാവോ നിനക്ക്? നീ ഡ്രിഫ്റ്റ് എനിക്ക് ഡ്രിഫ്റ്റ് ഒന്നും അല്ല ഞാൻ പറയണത്. നിനക്ക് വണ്ടി നോർമലി റോഡിൽ കൂടെ ഓടിക്കാൻ അറിയാത്ത നീ അതിനെ പറ്റി പറയേണ്ട ആവശ്യമുണ്ടോടാ? ആദ്യം റോഡിൽ കൂടെ ഓടിക്കാൻ പഠിക്കും, പിന്നെ നമുക്ക് ഡ്രിഫ്റ്റിനെ പറ്റി ചിന്തിക്കാം. ആനന്ദ് എന്തോ തുണി പൊക്കുന്ന കേസ് പറഞ്ഞു കേട്ടോ. ആനന്ദേ, ഒരു മയിലും പൊക്കണില്ല. നീ 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 വരല്ലേ? നീ നിന്നെ കാണാതിരിക്കുന്നതിൽ ഒരു സമാധാനം ഉണ്ട്. കിട്ടിയൊക്കെ ഉണ്ടോ അതിലൊക്കെ? ഈ തുമ്മല് ഞാൻ എന്ത് ചെയ്യും? ആലപ്പുഴ ജിങ്കാന പൊളി പടമാണ്, മസ്റ്റ് വാച്ച് ഗൈസ്. ഓക്കെ, കാണാം. വന്നിട്ട് പോയോ? അതിനുള്ള സമയം ഉണ്ടാകത്തില്ല ജോക്കി എനിക്ക്. 14-ാം തീയതി തുണി നോക്കിയിട്ട് പോവാം. IPL 13 വരുന്നേ. RCB ഈ സ്ഥലക്കപ്പം നമ്മുടെ
കൃഷ്ണ രാധ കാമുക ഈ ഭക്തൻ 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 പാടും ദുഃഖം കേൾക്കണേ കൃഷ്ണ കൃഷ്ണ ഗോപി കൃഷ്ണ കംസമർദ്ദക ഈ കത്തും കണ്ണിൽ നോവായി പെയ്യും കണ്ണീർ കാണണേ കൃഷ്ണ 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 രാധ കാമുക ഈ ഭക്തൻ 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 പാടും ധോണി ഒരു കൃഷ്ണ കൃഷ്ണ ഗോപി കൃഷ്ണ കംസമർദ്ദക ഈ കത്തും കണ്ണിൽ നോവായി പെയ്യും കണ്ണീർ കാണണേ പൊന്നമ്പല നട തുറന്ന് മഞ്ഞമുണ്ട് മടക്കി കുത്തി പടക്കിൽ നീ ഇറങ്ങി വായോ പകച്ചു നിൽക്കു ഭാവം അർജുനൻ സുദർശനം എടുത്തെറിഞ്ഞ് അസുരന്റെ തലയറുത്ത് അവതാര പിറവി പോലെ നടത്തിടണം നീ എൻ മംഗളം ചുറ്റും ചുറ്റും വില്ലന്മാരാണമ്പും വില്ലുമായി ഈ യുദ്ധം 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 തീരാൻ കൂടെ നിൽക്കണേ ചുറ്റും ചുറ്റും വില്ലന്മാരാണമ്പും വില്ലുമായി ഈ യുദ്ധം 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 തീരാൻ കൂടെ നിൽക്കണേ ഗുരുവായൂർ മതിലകത്ത് പതിവില്ല ജലത്തിരക്ക് അടിപൊളി തുടങ്ങിയെന്നാൽ ഒടുക്കമില്ല വാട്ടെ ട്രാജഡി 16,000 അവന നീ നടത്തിക്കെട്ട് പക്ഷെ വേറെ കാര്യമുണ്ട് ഈ വട്ടത്തെ ചെന്നൈയുടെ കളി കണ്ടിട്ട് കപ്പ് പോയിട്ട് കോപ്പ് പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും ധോണി ലാസ്റ്റ് ക്യാപ്റ്റൻ ആയല്ലോ. ധോണി തിരിച്ച് ക്യാപ്റ്റൻ ആയോ? ആ ഋതുരാജ് ഔട്ടായി. ഋതുരാജിന്റെ പരിക്ക്. ആണോ? ധോണി തിരിച്ച് ക്യാപ്റ്റൻ ആയോ? ധോണിയാണ് ഇനി ക്യാപ്റ്റൻ. ഓ ഓക്കെ 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 നോക്കാം, ഒരു കംബാക്ക് നോക്കാം. The next station is The next station is Shibuya. എന്തോ മുക്കിന് മൂലക്കും ഇല്ല ഇങ്ങനത്തെ കാറാ. ഇവിടെ ടോക്കിയോ ആണോ? ധോണി ബാക്ക് as captain. Guys, എല്ലാവരും do like the stream.